മാത്രമേ പറയൂ. ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. I mean, just a 3-piece orchestra, but so fully it was. It was so nice. And I individually, over the prayer, I congratulate them for their sincere efforts. Small minor things that I will take out. But in total, it was very nice. ഒന്നും പറയാനില്ല, അസലായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. എല്ലാ പാട്ടിൻ്റെയും ടെമ്പോ അല്ലെങ്കിൽ എല്ലാ ന്യൂവാൻസസും കവർ ചെയ്തുകൊണ്ട് അദ്ദേഹം എന്താണോ സങ്കല്പിച്ചത് അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫൈനൽസിൽ വന്നു. കൺഗ്രാറ്റുലേഷൻസ്. റിയാലിറ്റി ഷോ പോലായില്ല, റിയാലിറ്റി ഷോ പോലെ നിങ്ങൾ പറയൂ. ഇല്ല സർ, എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റേജിൽ കയറി ഗംഭീരമാണെന്ന് പറയുന്നതിനേക്കാൾ ഇവർ 3 പേരും ആഗ്രഹിക്കുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ വിദ്യാജിയുടെയും അതുപോലെ തന്നെ ബിജിപാൽ സാറിന്റെയും ഫീഡ്ബാക്ക് ആണ്. ശരിയല്ലേ? ഓക്കെ, പേരെന്തായിരുന്നു, മറന്നുപോയി. സായി പ്രസാദിന് നല്ലൊരു ഓൾസോ ദി എൻറ്റയർ ടീം നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള വേദി, ബിക്കോസ് ദേ truly deserves a huge round of applause, and thank you so much for your അടിപൊളി ട്രിബ്യൂട്ട് കേട്ടോ. ആൻഡ് ഐ ബിലീവ് ഞങ്ങളുടെ ട്രിബ്യൂട്ടിൽ സാറ് ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി വോട്ട് ഓഫ് താങ്ക്സ്, ബിക്കോസ് വി ആർ മൂവിങ് ഓൺ ടു ദി എൻഡ് നോട്ടിലേക്ക് വി ആർ ജസ്റ്റ് മൂവിങ് ഓൺ. ആൻഡ് ആ ഒരു വോട്ട് ഓഫ് താങ്ക്സ് ഈ ഒരു പെർട്ടിക്കുലർ ഡേയിൽ കൺവേ ചെയ്യാനായിട്ട് തീർച്ചയായും ഡിസേർവിംഗ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു എഡോബ് അബോർഡ് എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രൊഡ്യൂസറും ആസ് വെൽ ആസ് ലിറിസിസ്റ്റും ആയിട്ടുള്ള വിമോസ് സാറാണ്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള കൈയടിയോടെ അദ്ദേഹത്തെ എൻഡ് നോട്ടിന് വേണ്ടി വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ അവസരത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ആദ്യമായിട്ട് ഞാൻ വിദ്യാജിയെ കണ്ട് ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ, വിദ്യാജി ഈസ് ആക്ച്വലി ഗോഡ് ലൈക്ക് എന്നല്ല പറയണ്ടത്, ഹീസ് ഗോഡ് ടു. ചെറുപ്പകാലം മുതലേ 96 മുതലേ മനസ്സിലിട്ട് ഒരു പ്രേമം സാക്ഷാത്കരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. വളരെ കാലം മനസ്സിലിട്ട് അങ്ങനെ കൊണ്ട് നടന്ന് ഒരുപാട് കാലം എടുത്തിട്ടായിരിക്കും ഒരു പ്രേമം സാക്ഷാത്കരിക്കുന്നത്. അങ്ങനെ വിദ്യാജിയോടുള്ള പ്രേമം ഈ 30 വർഷം കൊണ്ടാണ് സാക്ഷാത്കരിച്ചത്. അപ്പൊ അദ്ദേഹത്തോട് നമ്മളടുത്ത് ദൈവം വന്നിട്ട് എന്താ വരം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ പറയാം. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിങ്ങനെയൊക്കെ ആയി, ഇങ്ങനെ ഒരു കൾമിനേഷനിലെത്തി. Then I thought of putting in my maximum, the best possible efforts. അപ്പോൾ അതിൻ്റെ വീഡിയോഗ്രഫി ചെയ്തു, എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. ഇനി ഡിസംബർ 20 ഇത് റിലീസിനെത്തുവാണ്. സരിഗമ മ്യൂസിക് ചാനലിലൂടെ നിങ്ങൾ എല്ലാവരിലേക്കും ഈ പാട്ടെത്തും. നല്ലൊരു പാട്ടാണ് എന്ന് പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല, കാരണം ഇത് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മെലഡി കിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേറെ വർണ്ണനകളൊന്നും ആവശ്യമില്ല. എനിക്ക് കഴിയാവുന്നതിൽ പരമാവധി അണ്ണാരക്കണ്ണനെ തന്നാലാവുന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലേക്ക് കുറച്ച് എൻ്റെ വരികളിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇനി ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടാനില്ല. ദിസ് വാസ് മൈ ആക്ച്വലി എൻ്റെ പേഴ്സണലി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വിദ്യാജിയെ ഒന്ന് കാണുക. ദാറ്റ് മെറ്റീരിയലൈസ്ഡ്, ദാറ്റ് വെന്റ് അഹെഡ്. വി ആർ ഇൻ എ വെരി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു, ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന മലയാള നാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതൊക്കെ വളരെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു.